ഹലോ. ഹലോ ലീനേച്ചി, ആ ചേട്ടൻ പണിക്ക് പോയിട്ടുണ്ടാവൂല്ലേ? ചേട്ടൻ പണിക്ക് പോയില്ലല്ലോ. എന്തേ നീ ആ, എന്തിനാ ഇപ്പം വിളിച്ചേ? അല്ല ഞാൻ ചുമ്മാ വിളിക്കാ. ചേച്ചിക്ക് സിനിമ കാണാനൊന്നും താല്പര്യമില്ല? സിനിമ കാണാൻ താല്പര്യമുണ്ട്. എന്തേ നീ പോകുന്നുണ്ടാ? ഞാൻ പോകുന്നില്ലപ്പാ. അല്ല അല്ല ഞാൻ ചേച്ചിക്ക് താല്പര്യമില്ലേന്ന് ചോദിച്ചാ. അല്ല ഞാൻ വിചാരിച്ചു നീ പോകുമ്പോ എന്നെ വിളിക്കുന്നീ ഒന്ന്. ഓ, ഞാൻ വിളിക്കാപ്പം ചേച്ചി എന്റെ കൂടെ വരുമോ? ചേച്ചി ചേട്ടന്റെ കൂടെയല്ലേ പോകുള്ളൂ. ഉം. നീ- എന്തേ ഇപ്പൊ ഒന്ന് സിനിമേന്റെ ഒരു ഇത്? ഒന്നുമില്ല, ഞാന് ചേട്ടന് തിയേറ്ററിൽ കണ്ടല്ലോ സിനിമ കാണുന്നത്. തിയേറ്ററിലാ? ആ, പണിക്ക് പോയ ചേട്ടൻ ഇങ്ങനെ തിയേറ്ററിലെത്തുന്നു? ഇതിപ്പൊ ഞാൻ എന്താ പറയാനാ, ഞാന് ഒരു സിനിമ കാണാൻ പോയതാ. അപ്പൊ ചേട്ടൻ എന്റെ മുന്നിലെ സീറ്റിൽ ഇരുന്നിട്ട് സുഖമായിട്ട് സിനിമ കാണുന്നുണ്ട്. നീ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് കൊള്ളാം. ചേച്ചീന്റെ ഭർത്താവിനെ കണ്ടാ എനിക്ക് തിരിച്ചറിയാൻ പറ്റാണ്ടിരിക്കുവാ. എന്താ രാവിലെ ചേട്ടൻ പണിക്ക് പോയതല്ലേ, അതും ഇന്ന് കുറച്ച് നേരത്തെയും പോയിനി. അതെയാ, എന്നാ തന്നെയായിരിക്കും. സിനിമ ടാക്കീസിലുണ്ട്. നീ നോണ പറയുന്നില്ല, ഞാനിപ്പോ ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയല്ലേ. ഇപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചായിരുന്നോ? നോണ പറയാ. ചേട്ടൻ പണിക്ക് പോയ ചേട്ടൻ ഇങ്ങനെ സിനിമക്ക് എത്തി? അമ്മ അതറിയില്ല, ഞാൻ വിചാരിച്ചു ചേച്ചിയാണ് കൂടെ ഉണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ സിനിമക്ക് പോകുന്നൊന്നും. ഉം അതെന്താ അങ്ങനെ? ഓ, അതെങ്ങനെ ഞാൻ അറിയണ്ടേ? നീ പറഞ്ഞാലും ഇപ്പൊ ഞാൻ അറിയുന്നു. ചേട്ട ഒറ്റക്കല്ല കേട്ടോ. പിന്നെ ആരുള്ള ഫ്രണ്ട് ഉണ്ടാ? ഫ്രണ്ടാണോ ഒന്നും എനിക്കറിയില്ല. പെണ്ണാ? ആ, ആരാ? അതറിയില്ല, ചോദിച്ചാലോ. ഞാൻ എന്തായാലും അയൽവാസിയല്ലേ ഉള്ള രീതിയിൽ ലോകം പറഞ്ഞു. ചേട്ടനൊരു പരിങ്ങലോടെയാണ് സംസാരിച്ചത്. ഞാൻ ചെയ്താലാ ഞാൻ പറഞ്ഞു ഏതാ കസിനെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കസിനാ? അതിന് ആ, അവരൊന്നും ഇവിടെ നാട്ടിലൊന്നും ഇല്ലല്ലോ, എല്ലാം പുറത്തല്ലേ? നാട്ടിൽ നാട്ടിലില്ലേ? ഇല്ല. എന്റെ അടുത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞ കസിനാന്ന്. പിന്നെ ഇല്ല. അത് ഏത് കസിന് പിന്നെ? നാട്ടിലില്ലാതെ കസിന്? അതുകൊണ്ട് എത്ര വയസ്സ് തോന്നും ചേട്ടന്റെ കസിന്? നാട്ടിലില്ലാത്ത കസിന് എത്ര വയസ്സ് തോന്നും? അത് ചെറിയതല്ലേ, ഒരു 10-25. അത്ര വയസ്സുള്ളതാ? ആ. അല്ലാണ്ട് 10-32 വയസ്സുള്ള കസിനൊന്നും ഇല്ലേ കൂടെ? ഇല്ല. അപ്പൊ നീ കണ്ടത്? എന്റെ ഒരു കാഴ്ചപ്പാടിൽ 30 വയസ്സൊക്കെ തോന്നും. 30-ഓ 32-ഓ. 32 വയസ്സ്? ഉം അപ്പൊ ചേട്ടനെന്ന് പറഞ്ഞ കസിനാന്ന് എന്നാ? എന്റെ അടുത്ത് പറഞ്ഞ ഇതെന്റെ കസിനാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോ നമ്മൾ സിനിമക്ക് വന്നതാണെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞിട്ടില്ല. ചെറിയൊരു പരിങ്ങലും കൂടി കണ്ടപ്പോ എനിക്കൊരു ഡൗട്ട് അടിച്ച്. അത് ഞാന് കസിനൊന്നുമില്ല. ആണോ? ആ. എന്നാ ചേച്ചി നന്നായിട്ട് പറ്റിക്കുന്നുണ്ട് ചേട്ടൻ. ഇല്ല, നീ ശരിക്കും തന്നെയാ പറയുന്നത്? ഉടായിപ്പ് കസിനാന്ന് ചേച്ചി. എന്നാല് അല്ല, നീ ശരിക്കും കണ്ട തന്നെയാ? കണ്ട തന്നെ. ആളെ രൂപം ഞാൻ പറഞ്ഞുതരാം. വെളുത്തിട്ട് നല്ല സ്റ്റൈലുള്ളൊരു സ്ത്രീയാണ്. ഞാൻ സംസാരിക്കുമ്പോ അവരെന്റെ മുഖത്തൊന്നും നോക്കുന്നില്ല, അവരെവിടെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണം. അല്ല, ചേട്ടന്റെ കൂടെ തന്നെ വന്നിനി? അതെനിക്കറിയില്ല, ചേട്ടന്റെ കൂടെയാണ് ഒരുമിച്ച് ഇരുന്നിട്ട് അവര് നല്ല ബാക്കി ഞാൻ പറയണ്ടല്ലോ. തിയേറ്ററിൽ നല്ല ഇരുടല്ലേ. സിനിമ ദൃഢം. സിനിമേന്റെ സീനൊക്കെ വരുമ്പോൾ ഇവര് നല്ല ദൃഢമായ സിനിമ ആണല്ലോ. മനസ്സിലായ ചേച്ചിക്ക്? ഇപ്പൊ നീ പറയുമ്പോ ഏകദേശ രൂപം കിട്ടി എനിക്ക്. ഇവര് സിനിമയൊന്നല്ല കാണുന്ന ചേച്ചി. ഇതാക്കലായിരിക്കും അല്ലേ? അതെനിക്കറിയില്ല. ഞാനത് പറയാൻ കാരണം, സിനിമ കാണുന്ന സമയത്ത് നല്ല സൗണ്ടൊക്കെ കേൾക്കാം, പിച്ചി 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 ചേർത്തിട്ട്. മനസ്സിലായ? തിയേറ്ററിൽ ഉമ്മച്ച് കളിക്കല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യം വിചാരിച്ച് വേറെ ഏതോ ടീമാ. പിന്നെയാണ് ഇന്റർവ്യൂ ലൈറ്റ് ഇട്ടപ്പോഴാണ് ഞാൻ ശരിക്കും മുഖം നോക്കിയത്. ഇതേതാണ് അവര് ടീം. നോക്കുമ്പോ ഇദ്ദേഹം. ഞാനാകെ അമ്പരുന്നു. പിന്നെയും വെച്ച് ഞാൻ ആദ്യം വെച്ച് പിന്നെ ചേച്ചിയാണെങ്കിൽ തിയേറ്ററിൽ നിന്നൊക്കെ എങ്ങനെ കളിക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമില്ലേ?
ഏ, അല്ല ഉം. അപ്പൊ ഇതാന്നല്ലേ അങ്ങനെ പരിപാടി? എന്നിട്ടാകുമ്പോ ചോദിച്ചു നോക്ക്. ഇനി ഞാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ അറിയാൻ പറ്റില്ല, ഞാൻ പറയൂ. പക്ഷെ ഞാനും ചേച്ചി ഇത്ര കൺസേൺ അറിയില്ല. ആ, ഞാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു വരും. അതുകൊണ്ട് അറിയാം, എങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചാൽ മതി. അല്ല ഞാനിത് ചോദിക്കണല്ലോ, ഭക്ഷണമൊന്നും അനക്ക് നോക്കണ്ട ഇതില്ലല്ലോ. ആ ചേച്ചി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒടുവില് പിന്നെ ഞാനിത് പറയാൻ കാരണം പറയുന്നില്ല, ചേച്ചി മനസ്സിലായിക്കോ. ചേച്ചി പറയുമ്പോലെ ചേച്ചിയുടെ ഭർത്താവിന് ഭയങ്കര ശുദ്ധനൊന്നുമല്ല. അതിപ്പോ എനക്ക് മനസ്സിലായല്ലോ ഇതിപ്പോ ശുദ്ധനാന്ന്. എന്റെ മുന്നിൽ നിന്ന് ഞാൻ കണ്ടോണ്ടിത് ഇങ്ങനെ എത്ര ടീം ഉണ്ടാവുന്ന. പിന്നെ ഇത് കസിൻ അല്ലെങ്കിലും ഇപ്പൊ കസിനായാൽ തന്നെ ചേച്ചിയോട് പറയാൻ ഇങ്ങനെ അതും പരിപാടി പറയാന്ന്. സിനിമ കാണാനല്ല ഉദ്ദേശിച്ചത്. അല്ല, എന്നാ പിന്നെ ഇവർക്ക് റൂം മാറ്റെടുത്ത് പോയപ്പോഴേ. റൂമാ നീന്ന് പറയുന്നേ? അല്ല അവരിങ്ങ് വരട്ടെ. തിയേറ്ററിൽ നിന്നിട്ട് ഇമാതിരി പോക്കരത്തിലും കാണിക്കുന്ന പറഞ്ഞാല് കളിക്കാൻ നല്ല റൂമൊക്കെ എടുത്തിട്ട് വിശാലം കളിച്ചാ പോരെ. അപ്പോ ചേച്ചിയോട് ഞാനിത് പറയാനുള്ള മെയിൻ കാരണം, അന്ന് ഞാൻ ചേച്ചിയോട് വെറുതെ തമാശക്ക് 2 വർത്താനൊക്കെ പറഞ്ഞപ്പോ ചേച്ചി എന്റെ അടുത്ത് കടിച്ചു തിന്നാൻ വന്നു. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നിന്നെ പറ്റി. എന്റെ ചേച്ചി, ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ഒരു ജീവിതവും ടൈം പാസ്സൊക്കെ. അതിനുവേണ്ടി ചേച്ചി ഞാനൊന്ന് ചോദിച്ചാൽ എന്നെ തിന്നാൻ വന്നിട്ട് ഞാൻ ഇപ്പം ചേട്ടനോട് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അതെന്റെ മുമ്പ് തന്നെ വന്ന് പെട്ടില്ലേ. അല്ല അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ പിന്നെ എനക്കെന്താ? അതിനിപ്പം ചേച്ചിനെ താല്പര്യം പോലെ ഞാൻ പറയാനുള്ള പറഞ്ഞു. അല്ല വെറുതെ അല്ല, അങ്ങേര് കുറച്ചായിട്ട് എന്നോടൊരു എന്തോ ഒരു അകൽച്ച പോലെയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമെല്ലായിട്ടായിരിക്കും. അപ്പം പിന്നെ ചേച്ചിയായിട്ട് കുറെ ഇടപാടൊന്നുമില്ലേ? ഇല്ല. അപ്പൊ ഇതായിരിക്കും പരിപാടി അല്ലേ? ചേച്ചിക്ക് വേണ്ട വെച്ചിട്ടാ? അല്ലെങ്കിൽ അല്ല അങ്ങനെ തന്നെ ഒഴിഞ്ഞു മാറിയിട്ട് കളിക്കുന്നേ. ചിലപ്പോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും. വർക്ക് ചെയ്യുന്നവരുമായിട്ട് എന്താ ഇങ്ങനെയാ ഉണ്ടാവുക? മനുഷ്യന്മാരല്ലേ ചേച്ചി, അവര് തമ്മില് ഒരു സിനിമയൊക്കെ കാണാൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ കണ്ട്, ഇപ്പം വേറെ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ആർക്കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. അല്ല ഞാനൊന്ന് അങ്ങനെ ഫോണ് വിളിച്ചു നോക്കട്ടെ. അല്ലല്ല, ഇപ്പം വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാന്ന് പറയല്ലേ. അല്ല അറിയണ്ടേ? അല്ല അറിഞ്ഞ അത് ചേച്ചി വേറെ കാര്യം പറഞ്ഞ് വിളിക്കുമ്പോൾ വിളിച്ചോ. ഞാൻ കണ്ടോ പറഞ്ഞതൊന്നും പറയരുത്. അങ്ങനെ ഞാനും ചേച്ചി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് ചേട്ടൻ അറിയല്ലേ. അല്ല ഇനി അറിഞ്ഞാലെന്താ? അതിന് ലാസ്റ്റ് അതെ ചേച്ചിയുടെ നമ്പറൊക്കെ എന്റെ അടുത്തുള്ളതൊന്നും ചേട്ടൻ അറിയാൻ പറ്റൂല. വെറുതെ വേണ്ടെന്ന് എനിക്ക് നിൽക്കില്ല. ഇപ്പം വിളിച്ച് ഞാൻ എന്തായാലും അല്ല ചേച്ചിന്റെ ഐഡിയൊക്കെ വേറെന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ വിളിച്ചെന്തെങ്കിലും അങ്ങനെ വിളിക്കലുണ്ടെങ്കിൽ. അല്ലാണ്ട് ഇപ്പൊ എവിടെ ഉള്ള തിയേറ്ററിലാണെന്ന് ചോദിച്ചിട്ട് വിളിക്കില്ല. എന്നാൽ എന്നെ സംശയിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ എന്നെ ഇവിടെ തന്നെ പൊക്കും. പിന്നെ ഞാൻ സിനിമ കാണാണ്ട് പോകേണ്ടി വരും. ഞാൻ നിന്നെ ഇതാക്കുന്നില്ല, ഞാൻ അങ്ങനെ വിളിക്കൂ. എന്തായാലും ഇതിപ്പോ സിനിമ ഇപ്പൊ ഒരു മണി കഴിയുമ്പോ 12:45 സിനിമ കഴിയുന്നു. 1 മണി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോ പ്ലാൻ ചെയ്തിട്ട് എവിടെയൊക്കെ പോവായിരിക്കും. അങ്ങനെ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? അവരെയും കൂട്ടി ചേട്ടനാടിയാ പോകുന്നപ്പം ചേച്ചിക്ക് അറിയാൻ പറ്റില്ലല്ലോ. അല്ല ഞാൻ ഫോണ് വിളിച്ചോക്കട്ടെ, എന്നാ പറയാൻ നോക്കാലോ. അപ്പൊ ഇനി അവരെന്തെങ്കിലും ചെയ്യട്ടെ ചേച്ചി. എന്താ അതെങ്ങനെയാ ശരിയാവുക? ചേച്ചിക്ക് ഇങ്ങനെ തന്നെ ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോ ചേച്ചിക്ക് അത് പറ്റൂല. എന്നെ വളരെ ഇപ്പൊ മനസ്സിലായില്ല, ചേച്ചിന്റെ ഹസ്ബൻഡ് തന്നെ ഇങ്ങനെയാണ് അവസ്ഥ കേട്ടോ. അല്ല അങ്ങനെയാണെങ്കിൽ എനക്കെന്താ പറ്റാണ്ട്? ഞാന് നിന്റെ ആഗ്രഹം എന്നോട് പറഞ്ഞാ മതി. ഉറപ്പാ? എന്നാ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഇത് നോക്ക്. ഞാൻ ആദ്യം അങ്ങനെ വിളിച്ച് ചോദിച്ചു ചേച്ചി സാധിച്ചു തരുമെങ്കിൽ ചേച്ചിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ചോദിച്ചോക്കട്ടെ.